ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫോട്ടോഷോപ്പിൽ ടെക്സ്റ്റ് പോർട്രേറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസ് ക്ലോസ് ആയിട്ട് വരുന്ന പിക്ചറുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഞാൻ ഇങ്ങനത്തെ ഒരു പിക്ചറാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് കുറച്ചുകൂടെ നമുക്ക് ക്ലോസ് ആക്കാം. അപ്പോൾ ക്രോപ്പ് ടൂൾ എടുക്കുന്നു, കുറച്ചുകൂടെ ഇനി ഈ പിക്ചറിനെ നമുക്ക് ഗ്രേ സ്കെയിൽ മോഡിലേക്ക് മാറ്റണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പ്രീസെറ്റ് എന്ന് ആവശ്യാനുസരണം നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ തിരഞ്ഞെടുക്കാവുന്നതാണ്. കണ്ടോ? ഇത് ഞാൻ എടുക്കുന്നു. അല്പം ബ്രൈറ്റ്നസ് ഒക്കെ വേണം, നിങ്ങൾ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്തോളുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പിക്ചറിനെ സെലക്ട് ചെയ്ത് വേറൊരു ലെയറിലേക്ക് മാറ്റണം. അതിന് ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ പിക്ചർ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ പിക്ചർ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇതിനെ പുതിയ ലെയറിലേക്ക് മാറ്റാൻ ലെയറിൽ വരിക, ന്യൂവിൻ്റെ അകത്ത് ലെയർ പോയ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ലെയർ പാലറ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, പുതിയ ലെയറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറിലേക്ക് മാറ്റണം. അതിനാണ് നമ്മളിപ്പോൾ ഈ പിക്ചറിനെ കട്ട് ചെയ്തത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പുതിയ ലെയർ എടുക്കണം. ലെയറിൽ ന്യൂവിൻ്റെ അകത്ത് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ലെയർ വരുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ പുതിയ ലെയർ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കളർ ബ്ലാക്ക് ഫില്ല് ചെയ്യാൻ പോകണം. അതിന് എഡിറ്റിൽ വരിക, ഫില്ലിൻ്റെ അകത്ത് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ ബ്ലാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ബ്ലാക്ക് എടുക്കുന്നു, ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ലെയറിലേക്ക് ബ്ലാക്ക് കളർ ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പിക്ചർ നമുക്ക് ഹൈഡ് ആയിപ്പോയേക്കുവാണ്. ഈ ലെയറെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ പിക്ചറിൻ്റെ ലെയർ ഈ ബ്ലാക്ക് ലെയറിൻ്റെ താഴെ ആയി പോയതുകൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ലെയറിനെ താഴേക്ക് ആക്കണം. അതിന് ലെയറിൽ വരിക, അറേഞ്ചിൻ്റെ അകത്ത് സെൻഡ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ഈ സെൻഡ് ബാക്ക്വേർഡിൻ്റെ ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ തന്നെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത് ഫോട്ടോഷോപ്പ് കാര്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരോ നിങ്ങളുടെ പേരോ അങ്ങനെ ടൈപ്പ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ടെക്സ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച ശേഷം ലെയറിൽ ലെയർ സ്റ്റൈലിൽ ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞ എഫക്റ്റിന് കൊടുക്കുക. കണ്ടോ, ഒരു നിഴൽ പോലത്തെ എഫക്റ്റ് കൊടുക്കണം. എൻ്റെ സൈസ് ഡിസ്റ്റൻസ് ഒക്കെ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇനി ഇതിൻ്റെ കോപ്പി വേണം നമ്മളിത് മൊത്തം ഫില്ല് ചെയ്യാൻ. അതിനായിട്ട് മൂവ് ടൂളേ വരിക. ഇതാണ് മൂവ് ടൂള്. മൂവ് ടൂള് വന്ന ശേഷം മൂവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ആൾട്ട് ഹോൾഡ് ചെയ്തിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി നമുക്ക് അവൈലബിൾ ആകുന്നതാണ്. ഇത് കണ്ടോ, ഇവിടെ മൊത്തം സ്പ്രെഡാക്കി ഇങ്ങനെ വെക്കണം. ഇങ്ങനെ മുഴുവൻ ഫില്ല് ചെയ്ത് വെച്ച ശേഷം ഈ കോപ്പിയെ മുഴുവൻ ഒറ്റ ലെയർ ആക്കുക. അതിന് ആദ്യത്തെ ഒരു കോപ്പി സെലക്ട് ചെയ്യുക. ഈ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത കോപ്പി ഇതിവിടെ കിടപ്പുണ്ട്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് അതിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ സെലക്ട് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇങ്ങനെ സെലക്ട് ആവും. ഇനി ഇതിനെ ഒറ്റ ഗ്രൂപ്പ് ആക്കുക. ലെയറിൽ ഗ്രൂപ്പ് ലേയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. അതിനുശേഷം ലെയറിൽ സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ അകത്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി പിക്ചറിൻ്റെ ലെയർ നമ്മൾ ലെയർ പാലറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെയറിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നിന്ന് ആ ഡെസ്റ്റിനേഷൻ എന്ന് എഴുതിയേക്കുന്നതിന് താഴെ ഡോക്യുമെൻ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ആ പിക്ചർ പുതിയൊരു പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ഈ പിക്ചറിനെ PSD ഫോർമാറ്റിൽ സേവ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും ഒരു ഫയൽ നെയിം കൊടുത്ത് ഇതിനെ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കുക. PSD ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ലെയർ പാലറ്റിൽ നമ്മൾ ആ നേരത്തെ ചെയ്ത ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മെനുവിൽ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത ശേഷം ഡിസ്റ്റോർട്ട് സെലക്ട് ചെയ്യുക. അവിടെ നിന്നും ഡിസ്പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ഡിസ്പ്ലേസ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ നമുക്ക് ആവശ്യാനുസരണം വാല്യൂ കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളത് ഓരോന്നും കൊടുത്ത് ട്രൈ ചെയ്യുക. ഇവിടെ 10 എന്നുള്ളത് കൊടുക്കുക. ഇവിടെ സ്ട്രെച്ച് ടു ഫിറ്റ്, അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ എല്ലാം ടിക്ക് ഓൺ ചെയ്തിടുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു വിൻഡോ അപ്പോൾ വരുന്നതാണ്, ഒരു പിക്ചർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ആ PSD ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഡിസ്പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ആ പിക്ചറിനനുസരിച്ച് ടെക്സ്റ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ആ പിക്ചറിൻ്റെ ഒരു ആകൃതിയിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ കട്ട് ചെയ്ത ആ പിക്ചർ ലെയറിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരണം. അതിന് പിക്ചർ ലെയറിനെ സെലക്ട് ചെയ്ത് ലെയറിൻ്റെ അകത്ത് അറേഞ്ചിൻ്റെ അകത്ത് ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. പിക്ചർ ലെയർ ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ലെയർ മെനുവേ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ടെക്സ്റ്റ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ഈ പിക്ചറിൻ്റെ ബ്രൈറ്റ്നസ് കറക്റ്റ് അല്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നേക്കുന്നത്. ഇനി ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ലെവൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ ലെവൽസ് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. നമ്മളിപ്പോൾ ഈ കൊടുത്ത ടെക്സ്റ്റ് നിങ്ങൾക്ക് പിക്ചറിനുള്ളിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അതിനായിട്ട് പിക്ചറിനെ സെലക്ട് ചെയ്യുക. മുകളിൽ മെനു ബാറിൽ നിന്ന് സെലക്ട് മെനുവെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും ലോഡ് സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പിക്ചർ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ലെയർ പാനലിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലെയറിൽ ലെയർ മാസ്കിൻ്റെ അകത്ത് റിവീൽ സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് പോർട്രേറ്റ് എഫക്റ്റ് നമ്മൾ പിക്ചറിനുള്ളിലേക്ക് കൊടുക്കുന്നത്. ഇനി ഈ എഫക്റ്റ് നമുക്ക് മറ്റൊരു പിക്ചറിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ലെയറിൽ വരിക, ന്യൂവിൻ്റെ അകത്ത് ലെയർ വയ കോപ്പി എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഇവിടെ വരുന്നതായിരിക്കും. ഇനി ടെക്സ്റ്റ് ടൂൾ എടുക്കുക, അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ പുതിയൊരു ലെയറിലേക്ക് മാറ്റുക. ഈ ലെയർ സെലക്ട് ചെയ്യുക. ലെയറിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് ന്യൂ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതൊരു പുതിയ പേജിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇതിനെ ഇനി സേവ് ചെയ്യുക. ഫയല്, സേവ് ആസ്. PSD ആയിട്ട് വേണം സേവ് ചെയ്യാൻ. ഓക്കെ കൊടുക്കുന്നു. ഇനി പേജ് ക്ലോസ് ചെയ്യുക. ഇനി നമ്മളിവിടെ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫിൽറ്ററിൻ്റെ അകത്ത് ഡിസ്റ്റോർട്ട് ഡിസ്പ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കാനുള്ള ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്, അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ 10 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. നിങ്ങൾക്ക് ആവശ്യാനുസരണം വേറെ വാല്യൂ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആ പിക്ചർ ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ആ പിക്ചറിനനുസരിച്ച് ആ ടെക്സ്റ്റ് അവിടെ ചേഞ്ച് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അതിനായിട്ട് ലെയറിൽ ന്യൂവിൻ്റെ അകത്ത് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ഒരു പുതിയ ലെയർ ഇവിടെ ആഡ് ചെയ്തു. അതിലേക്ക് എഡിറ്റിൽ ഫില്ല് കൊടുക്കുക. ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുന്നു, ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ഈ പിക്ചർ ലെയറിനെ ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ പിക്ചർ ലെയറെ ക്ലിക്ക് ചെയ്യുക. ലെയറിൻ്റെ അകത്ത് അറേഞ്ചിൻ്റെ അകത്ത് ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി അടുത്തത് ലെയറിൽ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഈ കാണുന്നതാണ് ടെക്സ്റ്റ് പോർട്രേറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പിക്ചറിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പിക്ചറിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, താങ്ക്